ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. സാധാരണ പേപ്പർ 1 ചോദിക്കുന്ന ഒരു ഫുൾ സെറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ കഴിഞ്ഞ റീസെൻ്റ് ആയിട്ടുള്ള ചോദിച്ച പേപ്പർ 1 ഒരു 50 ചോദ്യങ്ങളുടെ സെറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാക്സിമം ഈ വീഡിയോയിൽ നമ്മൾ ചോദ്യങ്ങൾ പറയും, ഒരു 10-15 ചോദ്യങ്ങൾ പറയും, പിന്നെ അടുത്ത വീഡിയോയിൽ അടുത്ത ചോദ്യങ്ങൾ പറയും. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യത്തെ സെറ്റ് നമുക്കറിയാം, പേപ്പർ 1 തുടങ്ങുമ്പോൾ തന്നെ ഏത് ചോദ്യമാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്? ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആണ്. കുറേ നാളുകളായിട്ട്, വർഷങ്ങളായിട്ട് അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ സ്റ്റുഡൻസിനോടൊക്കെ പറയാറുണ്ട്, പേപ്പർ 1 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ എക്സാം തുടങ്ങുമ്പോൾ തന്നെ ഈ ചോദ്യം ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെയ്യാനായിട്ട് പോവണ്ട. അന്ന് എളുപ്പമുള്ള, അതായത് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ പാടാണെന്ന് പറയുന്നതല്ല, പക്ഷെ അതിനകത്തൊരു മൈൻഡ് ഗെയിം കിടപ്പുണ്ട് അതിനകത്ത്, ഈ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ. കാരണം എന്താ, ചിലപ്പോൾ നമ്മുടെ ഒരുപാട് സമയം അത് എടുത്തെന്നിരിക്കും. എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത് പാടായത് കൊണ്ടല്ല, നമ്മൾ ചിലപ്പോൾ അതിനുവേണ്ടി ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും, ഒരുപാട് സമയമെടുത്ത് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഒരുപാട് ചെയ്ത് പഠിച്ച ഒരാളായിരിക്കും ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ എക്സാമിന് പോയി ഫസ്റ്റ് ചോദ്യം തന്നെ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ സെറ്റ് ആദ്യത്തെ 5 എണ്ണം ചെയ്യാനായിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചിലപ്പോൾ ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടാണ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ആ സമയത്ത് മാത്തമാറ്റിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. അപ്പോഴൊക്കെ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒന്നാമത്തെ ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു ഉത്തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് അത് ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ പിന്നെയും അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. കാരണം എന്തായാലും നമ്മൾ ചെയ്തതാണ് എന്നൊക്കെ നമ്മൾ ആലോചിക്കും, നമ്മൾ ഇത്രയും പഠിച്ചതാണ്, എന്നിട്ട് നമുക്ക് എന്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മൾ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുള്ളത് കാരണം നമ്മൾ സ്റ്റുഡൻസിനോട് എന്ത് പറയും? ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഏറ്റവും അവസാനം നിങ്ങൾ ചെയ്തോളൂ. എത്ര എളുപ്പമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനും അതുപോലെ മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളും അതുപോലെ മാത്സുമായിട്ട് ബന്ധപ്പെട്ട ICTയിലും കുറച്ച് മാത്തമാറ്റിക്കൽ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരാം. ബേസ് ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ, അതുപോലെ ഒക്ടാഡെസിമൽ കൺവേർഷൻ, അതുപോലെ പ്രോബ്ലംസ് ആയിട്ട് ചോദിക്കാം. MBനെയും TBനെയും GBനെയും ഒക്കെ കൺവേർട്ട് ചെയ്യുന്ന രീതി, ഇതൊക്കെ മാത്തമാറ്റിക്സിൻ്റെ ഒരു ടച്ച് ഉള്ളതാണ്. ഇതെല്ലാം അവസാനത്തേക്ക് ലാസ്റ്റ് ഒരു 20 മിനിറ്റ് ബാക്കി പിടിച്ചുകൊണ്ട് ലാസ്റ്റ് ഒരു 20 മിനിറ്റ്സിൽ ചെയ്യാനായിട്ട് ഈ പ്രോബ്ലംസ് എല്ലാം വച്ചുകൊള്ളാനായിട്ട് സ്റ്റുഡൻസിനോട് എപ്പോഴും പറയാറുണ്ട്. അത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു നമ്മുടെ ഒരു എന്താ പറയുക, പ്രാക്ടിക്കലായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. പലരും പറഞ്ഞു അത് തന്നെയാണ് നല്ലത് എന്ന് സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്കും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയുന്നു, മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് എല്ലാം അവസാനം ചെയ്യുന്നതാണ് കുറച്ചുകൂടെ അഭികാമ്യം. ഇനി കോൺഫിഡൻ്റ് ആണ്, എനിക്ക് മാത്തമാറ്റിക്സ് കുഴപ്പമില്ല, പ്രശ്നമില്ല എന്ന് തോന്നുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പം അത് പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. അതുപോലെ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ജൂൺ സൈക്കിളിൽ കുറച്ച് മാറ്റങ്ങൾ, ചെറിയ മാറ്റങ്ങളൊക്കെ, അതായത് സിനിമയൊക്കെ പറ്റി, സിനിമയുടെ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ട് ചോദിച്ചു. അതുപോലെ വേറൊരു ടൈപ്പ് നമ്മൾ ഇതുവരെ സിലബസിൽ പോലും പറയാത്ത, പഠിക്കാനായിട്ട് യാതൊരു രീതിയിലും നമുക്ക് അറിയാത്ത കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദിച്ചു. അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആണ്. ഇതിൽ നമ്മൾ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആദ്യം തന്നെ ചെയ്ത് പോവുകയാണ്, കാരണം ഇത് ഡിസ്കഷൻ ആണല്ലോ. അപ്പോൾ ഇതിനകത്ത് എന്താ, ഫോളോയിങ് ടേബിൾ ഷോസ് ദ പെർസെൻറ്റേജ് ഓഫ് ഗേൾസ് who passed in an examination and percentage of boys who failed in that exam in a school during the 6 years from 2018 to 2023 based on the data in the table. Answer the questions that follow. അപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? അപ്പോൾ ഈ തലക്കെട്ട് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം എന്തൊക്കെ തന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് ഓഫ് ഗേൾസ് who passed, തന്നിട്ടുണ്ട് ഇവിടെ. പെർസെൻറ്റേജ് ഓഫ് ഗേൾസ് who passed. അതുപോലെ പെർസെൻറ്റേജ് ഓഫ് ബോയ്സ് who failed ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പൊ 2 പെർസെൻറ്റേജ് ഓഫ് ഗേൾസ് who passed പെർസെൻറ്റേജ് ഓഫ് ബോയ്സ് who failed തന്നിരിക്കുന്നത്. എന്ത് തന്നിട്ടില്ല? ഗേൾസ് പാസ്ഡ് ആയവരുടെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, ഗേൾസ് ഫെയിൽ ആയവരുടെ പെർസെൻറ്റേജ് തന്നിട്ടില്ല. പക്ഷെ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? പാസ്സായവരുടെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ടെങ്കിൽ ഫെയിൽ ആയവരുടെ പെർസെൻറ്റേജ് എത്രയാ? 100ൽ നീ എത്രയാണോ പാസ്സായ പെർസെൻറ്റേജ് കുറച്ചാൽ പോരെ.
ഇപ്പം 2018 32% ഓഫ് ഗേൾസ് പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേര് ഫെയിൽ ആയെന്ന് അതിന്റെ അർത്ഥം? 100 - 32 68 അല്ലേ? 68 പേര് ഫെയിൽ ആയിട്ടുണ്ട്, 68%. അതുപോലെ 2019 42 ഗേൾസ് 42% ഓഫ് ഗേൾസ് പാസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പെർസെന്റേജ് ഫെയിൽ ആയി? 58% ഫെയിൽ ആയി. കാരണം എന്താ? 100 - 42 58. അതുപോലെ തന്നെ ബോയ്സ് 60% പേര് 2019 ഫെയിൽ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എത്ര പേര് പാസ് ആയിട്ടുണ്ടെന്നാ? 40% പേര് പാസ് ആയിട്ടുണ്ടെന്നാ. 100 - 60 അല്ലേ? ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുമ്പോൾ, ഓഫ്ലൈൻ ബാച്ചിലൊക്കെ പഠിപ്പിക്കുമ്പോഴത്തേക്കും പിള്ളേരുടെ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് പിള്ളേർക്ക്. അയ്യോ എക്സാം എടുത്തല്ലോ, ഇനി 50 ദിവസം കൂടെ അല്ലേ ഉള്ളൂ എക്സാമിന്, അയ്യോ എനിക്ക് പേടിയാവുന്നു സാറേ എന്നിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യം, കുറേ നമ്മൾ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും. നിങ്ങൾക്ക് പറ്റും, നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഇമ്പ്രൂവ് ആവുന്നുണ്ടല്ലോ, സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എക്സാം ഹോളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ ഇത് കുറേ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ഞാൻ പറയുന്നതാണ്, 2 ഔട്ട്കമാണ് നിങ്ങൾക്ക് ഒരു പരീക്ഷ എഴുതുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. 2 ഔട്ട്കം. എന്താണ് 2 ഔട്ട്കം? പരീക്ഷ എഴുതി കഴിയുമ്പോൾ ഒന്നേ നിങ്ങൾ ജയിക്കും, അല്ലെ നിങ്ങൾ തോൽക്കും, അല്ലേ? അല്ലാതെ തലയൊന്നും പോവില്ലല്ലോ ഇവിടെ ആരുടെയും. പരീക്ഷ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ല, ഒന്നേ തോൽക്കും, ഒന്നേ ജയിക്കും. തോറ്റു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? തോറ്റു കഴിഞ്ഞാൽ നമ്മൾ ഇനിയും പരീക്ഷ എഴുതും. NTA പരീക്ഷ നിർത്താനൊന്നും പോകുന്നില്ല, അടുത്ത സൈക്കിളിൽ നമ്മൾ പിന്നെ എഴുതും, അല്ലെ? അങ്ങനെ വേണം, അങ്ങനെ ഒരു മനോഭാവത്തിൽ വേണം നിങ്ങൾ അല്ലെങ്കിൽ പോലും നിങ്ങൾ പഠിക്കാനായിട്ട് ആ ഒരു മനോഭാവത്തിൽ വേണം പഠിക്കാൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ എൻ്റെ അവസാനത്തെ ശ്രമമാണ്, ഇതിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് വേറെ വഴിയില്ല, ഇതാണ് എൻ്റെ അവസാനത്തെ ശ്രമം എന്നുള്ള രീതിയിലൊന്നും പഠിക്കരുത്. നെറ്റ് നമുക്ക് എത്ര വേണേലും എഴുതാം, JRF മാത്രമേ ഒരല്പം പ്രായപരിധി ഉള്ളൂ എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പൊ ഇതിനകത്ത് പാസും ഫെയിലും വന്നതുകൊണ്ട് കാര്യം പറഞ്ഞതേ ഉള്ളൂ, അതൊന്നും നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് 2018 മുതൽ 2023 വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 2018 to 2023. Based on the data in the table, answer the questions that follow. അപ്പോൾ തലക്കെട്ട് വായിച്ച് നമ്മൾ മനസ്സിലാക്കി, ടേബിളിലെ കാര്യങ്ങളും മനസ്സിലാക്കി, എന്നിട്ട് വേണം ചോദ്യം വായിക്കാൻ. അല്ലാതെ ചോദ്യമാണ് ഞാൻ ആദ്യം വായിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ ചോദ്യം വായിക്കരുത്. In which of the following years did the performance of girls show maximum improvement as compared to the previous year? Which of the following, ചോദ്യം കൃത്യമായിട്ട്, in which of the following years did the performance of girls show maximum improvement as compared to previous year? കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏത് വർഷത്തിനാണ് മാക്സിമം ഇംപ്രൂവ്മെന്റ് ഗേൾസിന്റെ പെർഫോമൻസിൽ എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ടേബിൾ നോക്കുകയാണ്. മാക്സിമം ഇംപ്രൂവ്മെന്റ് മീൻസ് കൂടുതൽ ഗേൾസ് പാസ്സായത് ഏത് വർഷത്തിലാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എന്നാണ് ചോദ്യം. കഴിഞ്ഞ വർഷത്തിൽ അപേക്ഷിച്ച് എത്ര പേര് കൂടുതൽ പാസ്, ഏത് വർഷത്തിലാണ് അങ്ങനെ കൂടുതലായിട്ടുണ്ടായത്? അപ്പം ഓപ്ഷൻ ഏതൊക്കെയാ? 19, 20, 22, 23. 19, 20, 22, 23. അപ്പൊ 19 ആണോ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായതെന്ന് നോക്കാനായിട്ട് ആദ്യം നമ്മൾ എവിടെ നോക്കണം? 2018 നോക്കണം. 2018 32% ഗേൾസ് പാസ്സായി. 2019 വന്നപ്പം 42% പേരാ പാസ്സായേ. അതിന്റെ അർത്ഥം എന്താ? 10% ഇമ്പ്രൂവ്മെന്റ് കൂടുതലുണ്ടായി 2019. 2019 10% പേര് കൂടുതൽ പാസ്സായി. അപ്പൊ 2019 ഓക്കെ. ഇനി അടുത്ത 2020. 2020 എത്ര പേര് പാസ്സായി കൂടുതൽ? 2020 നോക്കുമ്പോൾ നമ്മൾ 2019 നോക്കണം. 2019 42% പേര്, 2020 വന്നപ്പം 55% പേര്, അതായത് 13% പേര് കൂടി. 2020 13% പേരാണ് കൂടിയത്. ഇനി അടുത്ത ഓപ്ഷൻ എത്ര? 2022 അടുത്ത ഓപ്ഷൻ. 2022 60% പേര് പാസ്സായി ഗേൾസ്. അപ്പൊ നമ്മൾ 2021 നോക്കണം. കാരണം പ്രീവിയസ് ഇയറിനെ അപേക്ഷിച്ച് എത്ര പെർസെൻറ്റേജ് കൂടിയെന്നാ ചോദ്യം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഗേൾസ് പാസ്സായവരുടെ ഇതുള്ളത്. ഇപ്പൊ 2022 60% പേര്, 2021 40%. അതായത് 2021 40%ത്തിൽ നിന്ന് 2022 എത്തിയപ്പം 60% പേര് കൂടി. അതായത് 20%, 20% ഇമ്പ്രൂവ്മെന്റ്. 2022 20% ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. 20% ഇമ്പ്രൂവ്മെന്റ്. ഇനി ഓപ്ഷൻ ഏതാ? 2023
2023 ഓപ്ഷനിലില്ലേ? ഉണ്ടല്ലോ. 2023 ആയപ്പോഴത്തേക്കും ഇംപ്രൂവ്മെന്റ് ആണോ ഉണ്ടായത്? അല്ല. 60% ഗേൾസ് പാസ്സായതാണ് 2022. 2023 ആയപ്പോഴത്തേക്കും 42% പേരെ പാസ്സായുള്ളൂ. ഇംപ്രൂവ്മെന്റ് അല്ല ഉണ്ടായത്. ഓക്കെ. അപ്പം 2023 18% പേര് കുറയുക ചെയ്തത്, ഇംപ്രൂവ്മെന്റ് ഉണ്ടായില്ല. അപ്പം ഏറ്റവും കൂടുതൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടായ ഏത് വർഷമാണ്? 2019 10% പേര് ഇംപ്രൂവ് ആയി, 2020 13% പേര് കൂടി, 2022 20% പേര് കൂടി, അല്ലേ? അപ്പം ഏറ്റവും കൂടുതൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടായത് 2022 2022 നമ്മൾ പേപ്പറും പേനയും വേണ്ടാന്ന് തന്നെ പറയാം ആദ്യത്തെ ചോദ്യത്തിൽ, അല്ലേ? വെറുതെ നോക്കി ഐഡന്റിഫൈ ചെയ്യാം. നമുക്ക് നോക്കി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഞാനിത് എഴുതിയത് നിങ്ങൾക്ക് ഒന്നുകൂടെ വ്യക്തമായിട്ട് കാണാനാണ്. അല്ലെങ്കിൽ ഈ ചോദ്യം വെറുതെ നോക്കി ഐഡന്റിഫൈ ചെയ്യാം. നമുക്ക് 2018 19 പോയപ്പോൾ 10% പേര് കൂടി, 19 20 പോയപ്പോൾ 13% പേര്, 13% വ്യത്യാസം ഉണ്ടായി. 13% പേരല്ല കേട്ടോ, 13% വ്യത്യാസം ഉണ്ടായി. 2022 വന്നപ്പം 20% വ്യത്യാസം, 2023 വന്നപ്പം 18% കുറയുക ചെയ്തു, 18% വ്യത്യാസം കുറയുക ചെയ്തു. അപ്പം ഏറ്റവും കൂടുതൽ ഇംപ്രൂവ്മെന്റ് 2022 നോക്കി കണ്ടുപിടിക്കാം. പേപ്പറിന്റെയും പേനയുടെ ആവശ്യമില്ല. ഇനി അടുത്ത ചോദ്യം, ഇഫ് ഇൻ ദ ഇയർ 2023, ഏത് വർഷമാണ്? വർഷം ഒന്നും മാറിപ്പോരുത്. ഇങ്ങനെയൊക്കെ ചില ചോദ്യങ്ങൾ കുട്ടികൾ തെറ്റിക്കാറുണ്ട്. 2023 ചോദ്യം നമ്മൾ വായിച്ചു, അവസാനം ഇവർ ടേബിളിൽ പോയി നോക്കുമ്പോൾ 2022 ചോദ്യങ്ങൾ ആയിട്ടായിരിക്കും പോയി നോക്കുക. അപ്പോൾ ഉത്തരം തെറ്റിപ്പോവില്ലേ? If in the year 2023 total number of boys and the total number of girls who appeared in the exam are 1250 and 850 respectively. Boys 1250, girls 850. Then the number of boys who failed is approximately dash percentage more than the number of girls who failed in the exam. അപ്പൊ എന്താ ചോദ്യം? 2023 വർഷത്തിലെയാണ് പറയുന്നത്. ബോയ്സ് ഫെയിൽ ആയവര് എത്ര ശതമാനം കൂടുതലാണ് ഗേൾസ് ഫെയിൽ ആയവരെക്കാൾ എന്നാണ് ചോദ്യം. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? മൊത്തം എക്സാം എഴുതിയ നമ്പർ ഓഫ് ബോയ്സ്, ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് 1250 850 റെസ്പെക്റ്റീവ്ലി യഥാക്രമം ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കാൻ പോവാണ്, ടേബിളിലേക്ക് പോകണം. നമുക്ക് ടേബിളിൽ 2023 കാര്യമാണ്. 2023 ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് 1250 ആണ്, ഗേൾസ് 850 ആണ്. ഓക്കെ. ഇതില് ബോയ്സ് ഫെയിൽ ആയവർ എത്ര ശതമാനം കൂടുതലാണ് ഗേൾസ് ഫെയിൽ ആയവരെക്കാൾ എന്നാണ് ചോദ്യം. നമുക്ക് ഗേൾസ് പാസ്സായവർ തന്നിട്ടുണ്ട്, ബോയ്സ് ഫെയിൽ ആയ തന്നിട്ടുണ്ട്. അപ്പൊ ബോയ്സ് ഫെയിൽ ആയവർ 80% പേരും ബോയ്സ് ഫെയിലാണ്. 2023 1250 പേര് എഴുതിയതിൽ 80% പേരും ഫെയിലാ. അപ്പൊ എത്ര പേരാ ഫെയിലായത്? 80% പേരും ഫെയിലാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ 100%, 1250. ഇതിൽ നിന്ന് 20% കുറച്ചാൽ 80% കിട്ടും. 100%ത്തിൽ നിന്ന് 20% കുറച്ചാൽ 80% കിട്ടും. 80% എന്ന് പറഞ്ഞാൽ ബോയ്സ് ഫെയിലായവരാ. 1250ന്റെ 20%, നമുക്കറിയാം 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് ഷിഫ്റ്റ് ചെയ്ത് കുത്തിടുന്നതാണ് ലെഫ്റ്റിലേക്ക്. 10% 1250ന്റെ 125. 125 ആണ് 1250ന്റെ 10%. അപ്പൊ 20% നേരെ ഡബിൾ, 125 പ്ലസ് 125 250. അപ്പം 250 ആണ് 20%. 1250 നിന്ന് 250 പോയി കഴിഞ്ഞാൽ നമുക്ക് 80% കിട്ടും. 1000 ആണ് 80%. അപ്പൊ എത്ര ബോയ്സ് ഫെയിൽ ആയെന്ന് ചോദിച്ചാൽ 1250 പരീക്ഷ എഴുതിയവരിൽ 1000 പേര് ഫെയിലായി. ഇനി 850 പേര് ഗേൾസ് പരീക്ഷ എഴുതിയവരിൽ എത്ര പേര് ഫെയിലായെന്നറിയാൻ 42% ആണ് ടേബിൾ തന്നിരിക്കുന്നത്. അത് എന്തെന്നാ? ഗേൾസ് പാസ്സായവരാ. ഇപ്പൊ ഫെയിലായവർ എത്രയാ? 58, 58%. 58% ആണ് ഫെയിലായവർ. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടുപിടിക്കും പറഞ്ഞേ? 58%. നമുക്ക് സാധാരണ 850 ഇൻറ്റു 58/100 എന്ന് ചെയ്യാം. എന്നിട്ട് 0 0 വെട്ടിക്കളഞ്ഞിട്ട്
എങ്ങനെയാ 10ന്റെ അവിടെ 5 വെട്ടി 29 ആക്കാം. പിന്നെ 5ഉം 8ഉം കൂടെ വെട്ടാം. 1 7 17 × 29 ചെയ്യണം. അതിനേക്കാളൊക്കെ എളുപ്പം എന്നാ 58%. 50%. 850ന്റെ 50% എന്ന് പറയുന്നത് 850ന്റെ 50% എന്ന് പറയുന്നത് 425. നമുക്ക് 58% വേണ്ടേ? 58%. ഇതിന്റെ 10% 85. നമുക്ക് 10% വേണ്ട, ഇനി 8% കൂടെ മതി. 50% 425. ഇനി നമുക്ക് 8% കൂടെ വേണം. ഇതിന്റെ 10% 85. അതായത് അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ 5% എത്രയാ? 42.5. 42.5. ഇതിന്റെ 1% എത്രയാ? 8.5. ഒരു പോയിന്റൂടെ ഷിഫ്റ്റ് ചെയ്ത് കുത്തിടുക. ഒരു പോയിന്റ് ഷിഫ്റ്റ് ചെയ്ത് കുത്തിട്ട 10%. ഒരു പോയിന്റൂടെ ഷിഫ്റ്റ് ചെയ്ത് കുത്തിട്ട 1%. 8.5. 2%. 8.5 + 8.5 17. അപ്പൊ 3%. 17 + 8.5. 3 പ്രാവശ്യം 8.5 ആഡ് ചെയ്താൽ 3% കിട്ടി. 1% എന്ന് പറഞ്ഞാൽ 8.5. അപ്പൊ 3%. 8.5 + 8.5 + 8.5 എത്ര കിട്ടും? 17 17ഉം 8ഉം 25 25ഉം 0.5 25.5 അല്ലേ? 25.5. $493 കിട്ടും. 493. അപ്പൊ എന്തൊക്കെ കിട്ടി? 493 കിട്ടി, 1000 കിട്ടി. ഇതാണ് ഫെയിൽ ആയവർ. 1000 പേര് ബോയ്സ് ഫെയിലായി, 493 പേര് ഗേൾസ് ഫെയിലായി. എത്ര കൂടുതലാണെന്നാ ചോദ്യം. എത്ര കൂടുതലാണ് ബോയ്സ്? ഇതിൽ നിന്ന് വാട്ട് പെർസെൻറ്റേജ് മോർ ബോയ്സ് ഹൂ ഫെയിൽഡ് ഈസ് വാട്ട് പെർസെൻറ്റേജ് മോർ ദാൻ ദ ഗേൾസ് ഹൂ ഫെയിൽഡ് എന്നാ ചോദ്യം. അപ്പൊ എങ്ങനെ എഴുതും? ന്യൂമറേറ്ററിൽ ഇത് സബ്ട്രാക്ട് ചെയ്ത് എഴുതണം. 100,000 - 493 / 493 × 100 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഉത്തരം കിട്ടും. ബോയ്സ് ഫെയിൽഡ് ഈസ് ഡാഷ് പെർസെൻറ്റേജ് മോർ ദാൻ ഗേൾസ് ഫെയിൽഡ് എന്നാ ചോദ്യം. അപ്പൊ ന്യൂമറേറ്ററിൽ അതിന്റെ സബ്ട്രാക്ട് ചെയ്തിട്ട് അത് എഴുതുക. ഡിനോമിനേറ്ററിൽ ഏതിനോടാണോ കമ്പയർ ചെയ്യുന്നത്, മോർ ദാൻ ഗേൾസ് ഫെയിൽഡ്. ഗേൾസ് ഫെയിൽ ചെയ്തതിനേക്കാൾ എത്ര ശതമാനം കൂടുതലാണ് ബോയ്സ് ഫെയിൽ ചെയ്തത് എന്നാ ചോദ്യം. അപ്പൊ കമ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ വരേണ്ടത് 493 ആണ്. അപ്പം എത്ര കിട്ടും? അപ്പൊ പിന്നെ 507 അല്ലേ? 1000 - 493 507 / 493 × 100. അപ്പൊ ഇനി ഇത് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 493. നമുക്ക് ചെയ്ത് നോക്കാം. $493 വെച്ച് ഡിവൈഡ് ചെയ്യാം. 4 1 എത്രയുണ്ട്? 2 പോവും അല്ലേ? 493 800 180 186 800ഉം 186ഉം 9 102 കിട്ടി. 102 കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷനിൽ 102 ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ട്, 102 ഓപ്ഷനിലുണ്ട്. 102.84. 102 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ചെയ്ത് നോക്കേണ്ട കാര്യമുണ്ടോ? ഓപ്ഷനിൽ 102 മാത്രമേ ഉള്ളൂ. ഇനി 102 പോലെ തന്നെ വേറെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മുഴുവൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലെ അവിടെ വെച്ച് നമുക്ക് കാൽക്കുലേഷൻ നിർത്താം. 102 ആണ് ഉത്തരം. ഇനി മൂന്നാമത്തെ ചോദ്യം. ഇഫ് ഇൻ ദ ഇയർ 2018 total number of boys who appeared in the exam is 600
Then what is the percentage difference between the percentage of boys who passed and the percentage of girls who passed in the exam? എന്താണ് അപ്പോൾ ചോദ്യം? 2018 കാര്യമാണ്. ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് അപ്പിയർ ചെയ്തവർ 600 പേരാണ്. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഡിഫറൻസ് ബിറ്റ്വീൻ പെർസെൻറ്റേജ് ഓഫ് ബോയ്സ് ഹു പാസ്ഡ് ആൻഡ് പെർസെൻറ്റേജ് ഓഫ് ഗേൾസ് ഹു പാസ്ഡ് ഇൻ ദ എക്സാം ആ ചോദ്യം. അപ്പം നമുക്ക് നോക്കാം. അപ്പം എന്താണ് 2018 പെർസെൻറ്റേജ് ഓഫ് ബോയ്സ് ഹു ഫെയിൽഡ് ഉണ്ട്. ആ പെർസെൻറ്റേജ് ഓഫ് ബോയ്സ് ഹു പാസ്ഡ് എത്ര പേരാ? 60% പേരാ. പെർസെൻറ്റേജ് ഓഫ് ബോയ്സ് ഹു ഫെയിൽഡ് 40% പേരാ. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ബോയ്സ് ഹു പാസ്ഡ് 60% പേരാ. 2018 പെർസെൻറ്റേജ് ഓഫ് ഗേൾസ് ഹു പാസ്ഡ് തന്നിട്ടുണ്ട് 32% അല്ലേ? പറഞ്ഞിട്ടുണ്ട് 2018 600 പേര് ബോയ്സ് ഉണ്ട്. അതിൽ പാസ്സായവരുടെ പെർസെൻറ്റേജ് എത്ര കൂടുതലാണ് ഗേൾസ് പാസ്സായവരുടെ പെർസെൻറ്റേജിനേക്കാൾ എന്നാ ചോദ്യം അല്ലേ? അതല്ലേ ചോദ്യം? അതാണ് ചോദ്യം. ദെൻ വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഡിഫറൻസ് ബിറ്റ്വീൻ പെർസെൻറ്റേജ് ഓഫ് ബോയ്സ് ഹു പാസ്ഡ്? നമ്മൾ പറഞ്ഞു പെർസെൻറ്റേജ് ഓഫ് ബോയ്സ് ഹു പാസ്ഡ് നമ്മൾ പറഞ്ഞു. ഇപ്പം പെർസെൻറ്റേജ് ഓഫ് ബോയ്സ് ഹു ഫെയിൽഡ് ടേബിളിൽ തന്നിട്ടുണ്ട് 40. അപ്പൊ പെർസെൻറ്റേജ് ഓഫ് ബോയ്സ് ഹു പാസ്ഡ് എത്ര പേരാ? 60% പേരാണ് ബോയ്സ് പാസ്സായത് 2018. പെർസെൻറ്റേജ് ഓഫ് ഗേൾസ് ഹു പാസ്ഡ് ഇൻ ദ എക്സാം, പെർസെൻറ്റേജ് ഓഫ് ഗേൾസ് എത്രയാ പാസ്സായവര്? 32% പേരാ. ടേബിളിൽ തന്നിട്ടുണ്ട് 32% പേരാ. അപ്പൊ ഇവരുടെ വ്യത്യാസം, ഇവരുടെ പെർസെൻറ്റേജിന്റെ വ്യത്യാസം എത്രയാ? സിമ്പിൾ അല്ലേ? 60 മൈനസ് 32% ഈസ് ഈക്വൽ ടു 28% അല്ലേ? 28% ആണോ ഉത്തരം? നോക്കാം. 28% ആണ് ഉത്തരം. അടുത്ത 4ാമത്തെ ചോദ്യം. ഇഫ് ഇൻ ദ ഇയർ 2020 the number of boys and the total number of girls who appeared in the exam are 800 and 700 respectively, then what is the ratio of the total number of boys who passed to the total number of girls who failed? ശ്രദ്ധിച്ചിരിക്കണം. ടോട്ടൽ നമ്പർ ഓഫ് റേഷ്യോ ആ ചോദിച്ചിരിക്കുന്നത് 2020 കാര്യമാണ്. 800ഉം 700ഉം ബോയ്സും ഗേൾസും യഥാക്രമം പരീക്ഷ എഴുതി. ബോയ്സ് പാസ്സായവരും ഗേൾസ് ഫെയിൽ ആയവരുടെയും കൂടെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാ റേഷ്യോ എഴുതേണ്ടത്? ബോയ്സ് പാസ്സായവര് ഈസ് ടു ഗേൾസ് ഫെയിൽ ആയവര്. നമ്മുടെ ടേബിളിൽ നമ്മൾ വായിച്ചത് വെച്ചിട്ട് നമുക്കറിയാം ടേബിളിൽ എന്താ തന്നിരിക്കുന്നത്? ഗേൾസ് പാസ്സായവരും ബോയ്സ് ഫെയിൽ ആയവരോ തന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് കാണേണ്ടത് ബോയ്സ് പാസ്സായവരും ഗേൾസ് ഫെയിൽ ആയവരോ കാണേണ്ടത് അല്ലേ? ടേബിളിൽ തന്നിരിക്കുന്നത് ഒന്ന്, ചോദിച്ചിരിക്കുന്ന വേറൊന്ന്. അപ്പൊ അതൊരു ബോധം വേണം. 800 പേര് ബോയ്സ് പരീക്ഷ എഴുതി, 700 പേര് ഗേൾസ് പരീക്ഷ എഴുതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2020 റേഷ്യോ എത്രയാ? നമ്മൾ പോയി നോക്കേണ്ടി വരും. 2020 60% ഗേൾസ് പാസ്സായി, 2020 55% പേര് ഗേൾസ് പാസ്സായി, 25% പേര് ഫെയിലായി. 2020 അല്ലേ ചോദ്യം? ആ 55% പേര് ഗേൾസ് പാസ്സായി, 25% പേര് ബോയ്സ് ഫെയിലായി എന്ന് ടേബിളിൽ തന്നിട്ടുണ്ട് 2020. മൊത്തം 800 ബോയ്സ് എഴുതിയിട്ടുണ്ട് പരീക്ഷ, 700 ഗേൾസ് എഴുതിയിട്ടുണ്ട് പരീക്ഷ. ചോദ്യം ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് ഹു പാസ്ഡ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് ഹു ഫെയിൽഡ്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് ഹു പാസ്ഡ് എത്ര ശതമാനം പേരാ? ബോയ്സ് പാസ്സായവർ എത്ര ശതമാനം പേരാ? 25% പേര് ഫെയിൽ ആയെന്ന് ടേബിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പാസ്സായവര് 75%. ഇതിന്റെ 75% എത്രയാ? ഇൻറ്റു
75/100 ചെയ്യുന്നതാണ് ഇതിന് നല്ലത്. കാരണം എന്താ, ഈ 2 0 വെട്ടിക്കളഞ്ഞ് 75 × 8 എത്രയാ? 0 4 മാറ്റി 600. 8 56 4 600. ഇനി 700-ന്റെ എത്ര ശതമാനം പേരാ പാസ്സായത്? 55% പേരാ പാസ്സായത്. ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന നമ്പർ ഓഫ് ഗേൾസ് ഹു ഫെയിൽഡാ. അപ്പോൾ ഫെയിൽഡ് ആയവർ കാണാൻ 55 100-ൽ നിന്ന് കുറയ്ക്കുമ്പം 45 കിട്ടും. 700 × 45, 45% എത്ര? 700-ന്റെ 700 × 45/100 ചെയ്യുമ്പം 45 × 7 എത്രയാ? 3 മാറ്റി 11 315. അപ്പൊ റേഷ്യോ രീതിയിൽ നമുക്ക് എങ്ങനെ എഴുതാം? 600:315. കാണുമ്പോൾ തന്നെ നമുക്ക് 5 കൊണ്ട് വെട്ടാൻ പറ്റുമല്ലോ. 5 കൊണ്ട് വെട്ടുകയാണ്. 1 2 0 അല്ലേ? 6-ൽ ഒരു 5 ഉണ്ട്, 1 എഴുതി, ബാക്കി റിമൈൻഡർ 1ഉം 0ഉം, അതിൽ 2 ഉണ്ട്, പിന്നെ ഒരു 0 ബാക്കി എഴുതി. ഇതിനകത്തോ 6 3 63 ഉണ്ട്, 5 അല്ലേ? 31-ൽ 6 5 ഉണ്ട്, ബാക്കി റിമൈൻഡർ 1ഉം 5ഉം 3. അപ്പം ഇനി 63ഉം 120ഉം കൂടെ വെട്ടാൻ പറ്റുമോ? പറ്റുമല്ലോ. എങ്ങനെ? 3 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ 12-ൽ എത്ര 3 ഉണ്ട്? 4 0 2 1 40:21 കിട്ടും. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. അതാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം. If in the year 2019 the total number of boys and the total number of girls who appeared in the exam are 800 each, then what is the sum of the total number of boys and girls who passed in that year? പാസ് ആയവരാ ചോദിച്ചിരിക്കുന്ന ബോയ്സും ഗേൾസും. 800 വീതം ഉണ്ട്. 2019-ൽ നമുക്ക് പോയി നോക്കാം. 2019-ൽ എത്ര പേരാ പറഞ്ഞിരിക്കുന്നത്? 2019-ൽ 42% പേര് ഗേൾസ് പാസ്സായി, 60% പേര് ബോയ്സ് ഫെയിലായി. 42-60. അപ്പൊ എങ്ങനെയാ? 42% പേര് ഗേൾസ് പാസ്സായി, 60% പേര് ബോയ്സ് ഫെയിലായി. 800 പേര് ബോയ്സും ഉണ്ട്, 800 പേര് ഗേൾസും ഉണ്ട്. ഇതിന്റെ സം എത്രയാന്നാ ചോദ്യം. ചോദ്യം എന്നാ? സം ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഹു പാസ്ഡ് ആ ചോദ്യം. ഗേൾസ് 42% പേര് പാസ്സായി. നമുക്ക് പെട്ടെന്ന് കാണാം. 42 42/100. 100 വെട്ടി 42 × 8 16 1 മാറ്റി 33 336. ഇനി ബോയ്സ് ഹു പാസ്ഡാ വേണ്ടത്. 60% പേര് ഫെയിലാ. അപ്പൊ എത്ര പേരാ പാസ്ഡ്? 40%. 40/100. 0 വെട്ടി 40 × 8 എന്ന് പറയുന്നത് 320 അല്ലേ? 320. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടെ സമ്മ് 300 300 600. പിന്നെ 36 20 എത്രയാ? 56. അപ്പം 656 ഓപ്ഷനിലുണ്ട് അല്ലേ? അത് എഴുതണോ? 336 + 320 എന്ന് പറയുന്നത് 656 ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. 300 300 600 ആണെന്ന് അറിയാം. 36 20 56 ആണെന്ന് അറിയാം. 656 ഓപ്ഷനിലുണ്ട്. അതാണ് ഓപ്ഷൻ. അപ്പൊ ഇത് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഒരു സെറ്റ് ആയിരുന്നു ഈ സെറ്റ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റി. വലിയ ഒരു എന്താ പറയാ, അവിടെ കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെ കുറവായിരുന്നു. പേനയും പേപ്പറും എടുത്ത് ചെയ്യേണ്ട ഓപ്പറേഷൻസ് വളരെ കുറവായിരുന്നു. വളരെ ബേസിക് ആയിട്ടുള്ളൊരു സെറ്റ് ആയിരുന്നു. അതുകൊണ്ട് വലിയ പാടില്ലാതെ പോകാൻ പറ്റി. പക്ഷെ എല്ലാം ഇങ്ങനെയാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ കുറച്ച് ടഫായിട്ട് വരാം, ചിലപ്പോൾ കുറച്ച് ഓപ്പറേഷൻസ് കൂടുതലുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പം സം ചെയ്യാനും ആഡിഷൻ ചെയ്യാനും സബ്ട്രാക്ഷൻ ചെയ്യാനും ഇതിലൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിലിരുന്നാണ് ചെയ്യുന്നതെന്നും പരീക്ഷാ ഹോള് ഒരു ഡിഫറെൻ്റ് അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ നേരിടാനായിട്ട് പോകുന്നതെന്നും ഉള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കണം. നിങ്ങൾ ഫുൾ ലെങ്ത് ടെസ്റ്റ് ഒക്കെ വീട്ടിലിരുന്ന് എടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഞാനിത് എക്സാം ഹോളിൽ പോയിരുന്ന് എടുക്കുമ്പോൾ ഉള്ള കാര്യമായിട്ട് ഇമാജിൻ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. എക്സാം ഹോളിൽ നമുക്കറിയാം, പരീക്ഷ എഴുതിയിട്ടുള്ളവർക്കൊക്കെ അറിയാം, അത്യാവശ്യം ഒരു ടെൻസ്ഡ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ഒരുപാട് പേര് എഴുതുന്നുണ്ടാവും നമ്മുടെ പരീക്ഷ അടുത്തും ഒക്കെ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ. സോ ഇത്രയാണ് ഈ DI നമുക്ക് പറയാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് പറയാം. താങ്ക് യു.